അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൂപ്പർ ഒരു കടലക്കറിയുടെ വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. തലേക്കും ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണിത്. അത് നല്ല കണക്ക് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. നമ്മളെ കടല ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് അത് വെന്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കടുക് വറുക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. തക്കാളി, കറിവേപ്പില, മീഡിയം സൈസ് ഒരു സവാള, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുറി തേങ്ങാപ്പാൽ. ഇത്രയും എടുത്തു. നമ്മൾ ദാണ്ടെ അടുപ്പ് കത്തിച്ചു. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് ലേശം പെരുംജീരകവും ചേർത്ത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല വൃത്തിയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മഞ്ഞൾപ്പൊടി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അത് മൂത്തെന്നുള്ള എന്ന് വെച്ചാൽ ആ സ്മെല്ലൊന്ന് മാറുമ്പം തന്നെ അറിയാം. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ മല്ലിപ്പൊടിയും ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 സ്പൂണും പിന്നെ ഒരു അര കരണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. മുളക് പൊടി നമുക്ക് അധികം വേണ്ട. ഇത് നമ്മൾ കിഴങ്ങ് കറി വെക്കുന്ന ആ ഒരു കളറിൽ കിട്ടണം. നമുക്ക് അധികം മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണ്ട. പച്ചമുളക് വേണമെന്നുള്ളവർക്ക്, എരിവ് വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളകും കൂടി അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അത് നല്ല കണക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് അതായത് ബീഫ് മസാല പൊടി ചേർക്കുന്നുണ്ട്. അത് ലേശം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നല്ല കണക്ക് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഗരം മസാല പൊടിച്ചതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനും പകരമാണ് ഈ മസാലപ്പൊടി ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരുവിധം വെന്ത് വരുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് നല്ല കണക്ക് ഇളക്കി കൊടുക്കുക. അടിക്ക് കൂട്ടി നല്ല വൃത്തിയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂണോളം കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനെന്ന് വെച്ചാൽ ലാസ്റ്റ് അരച്ച് ചേർക്കാനാണ്. പിന്നെ നമുക്കതിലേക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് നല്ല വൃത്തിയാണെന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയാണോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിരുന്ന കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അത് തിളച്ചതിന് ശേഷം ഇതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തിയാണ് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതൊന്ന് ഇളക്കി നല്ല കണക്ക് കൊടുത്തതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക.